നിന്റെ കല്യാണം നടന്നു തന്നെ. ഈ ലൈറ്റ് ഒന്നും ഉണയൂലേടാ? എന്തിന്? അങ്ങനെയെങ്കിലും നിന്റെ മോന്ത കാണാതെ 7 ദിവസത്തിലേക്ക് പെണ്ണിനെ സെറ്റാക്കി തരുമോ? എന്താടാ യാദവനടാ അത് നടുറോട്ടി കുനിയെന്ന് വാള് വയ്ക്കണ. അത് വാള് വയ്ക്കയില്ല, ആ പുളകിതനാണ്. അടുത്ത ഏണി. ആഹാ, ക്ലബ് മൊത്തം ഉണ്ടല്ലോ രാത്രി. ഓ, മുങ്ങുള്ള പരിപാടിയാണല്ലേ? മുങ്ങാനാ? എടാ, എന്നെയും നിന്നെയും പോലുള്ള അവിവാഹിത സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിൽ ചില മാറാലകൾ തച്ചുടക്കേണ്ടി വരും. അല്ലാതെ മുങ്ങാൻ ഞങ്ങൾ ഭീരുകളല്ല. ഏറ്റായിട്ട് എന്താടാ ഇത് പെയിന്റ് ബ്രഷൊക്കെ ആയിട്ട്? അണ്ണാ വരേ. ഓ, വാമദേവൻ കോൺട്രാക്ടിന്റെ കൊട്ടേഷൻ നിങ്ങൾ ബോർഡ് കണ്ടില്ലേ? ആ, കണ്ട്. നേരം വിളിക്കുന്നതിന് ഈ വര മൊത്തം ഇട്ട് തീർക്കണം. തന്നല്ലേ അണ്ണാ? ചാക്ക് കിട്ട്. ചാക്ക് എന്തരാ? എടാ, കുറെ വാഴയും വാഴക്കുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വാഴയായിട്ട് ബന്ധപ്പെട്ട് കിടക്കില്ലേ? അപ്പൊ ഇത് കൃഷിഭവനിൽ കൊണ്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ പോട്ടാ. അണ്ണാ, ഇതിനെ പോകാൻ പറ്റൂല. ഞാൻ വരയിട്ടോണ്ടിരിക്കുകയാണ്. ഈ 2 വരയിലേ ഇട്ടുള്ളൂ. സൈഡ് വരൊക്കെ പോവാ നമ്മള്. 2 വര. അണ്ണാ, അങ്ങോട്ട് നോക്കിയാണ്. കണ്ടാ? ഇത് എവിടെ നിന്നാ ഇത്രയും പെണ്ണുങ്ങള്? നിങ്ങൾ ഈ പുളകത്തിനെ പറ്റി എന്തൊരു വിചാരിച്ച്? എന്താ ആറ്റിയാ പൊങ്കാലയൊന്നുമല്ല അണ്ണാ. മെഷീനൊക്കെ വില കൂടുതലല്ലേ? അതുകൊണ്ട് കുടുംബശ്രീയിലെ ചേച്ചിമാരെ എല്ലാം പുളകിതങ്ങ ഇറക്കി. വണ്ടിയറ ഭാരതക്കുള്ള പെണ്ണുങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ 4 നാറാണക്കല്ല് പറയും. ഇപ്പോട്ട് വണ്ടി നീ വരച്ചോ? സഖാവേ, ഇനിയിപ്പോ എന്തിരിക്കും? ആ പുളകിത മരയിട്ട് കഴിയുമ്പോഴത്തേക്ക് നേരം വിളിക്കും. വേറെ വഴിയില്ലല്ലടാ. ഇനിയിപ്പോ ഇതുവഴി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനെ തലേ ചുമന്നുകൊണ്ട് നടക്കണോ? നമുക്ക് ഈ ചാക്ക് ഇവിടെ ഇങ്ങനെ തള്ളിയിട്ട് പോവാണ്ണ. നീ വാ ഓർക്കരുത്. നിനക്ക് മതിയായില്ലടാ ഇതുവരെ. പ്ലാൻ ഞാൻ പറയാം. നമുക്ക് എവിടെയും കൊണ്ട് നേരെ ക്ലബിലോട്ട് പോവാം. വീണ്ടും ക്ലബിലോട്ട് പോകാനോ? പിന്നെ അല്ല, എവിടെ പോവാൻ? എന്നിട്ട് നാളെ രാവിലെ ഭാരതക്കുന്ന് കണ്ണുറക്കുന്നതിന് മുമ്പ് നമുക്ക് അവളെയും കൊണ്ട് സ്ഥലം വിടണം. ചവിട്ട് അതാടാ, ഇത് പിടിക്കടാ. ഓ, പിന്നെ സാറിനൊന്നും ബാധകമല്ലല്ലോ. ബഹളമാക്കിയാടാ. പതുക്കെ ഇറക്ക്. വേണൂനുള്ള പെണ്ണായിരിക്കും. ഇത് ദൃശ്യം 3-ലെ വരുണിന്റെ ബോഡിയടാ. ജിത്തു ജോസഫിനെ പറ്റിക്കാൻ വേണ്ടി എടുത്തോണ്ട്. ചിത്തുവാ? അതാരണ? അത് അവിടെ നിന്നും പോയി. ഇല്ലടേ, മത്സര ക്ലബിന്റെ പുനരുദ്ധാരത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുത്ത് വെച്ചാരാണ്. ബാക്കി പിടിക്കരുത്. അല്ല, ചാക്കി പിടിക്കരുത്. ഈ രാജേഷും വിജലേഷും എടുക്കാത്ത ചാക്ക. ഇത്രേ ഉള്ളു. സൂര്യനായി തഴുകി ഉറക്കമുണർത്തും. ഹണിമൂൺ ഇതൊക്കെ തീർന്നില്ലേ? ഇന്നലെ രാത്രി നിന്നത്തെ ഞാൻ പറഞ്ഞാണ് കാലത്തെ പോണോന്ന്. അവിടെ പോയി വിളിയടാ. ചന്ദ്രയെ പോയി വിളിച്ചോണ്ടേ. അയ്യോ, കിടന്ന് ഉറങ്ങയാണ് കിഴ കണക്ക്. ഇവിടെ പോയിട്ട് വാ, സമയം പോയി. മറ്റോമാരോടെ പോയി. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു തീർന്നില്ലടാ. കഴിവ് കുളിപ്പിച്ച മാലയിട്ട് കല്യാണത്തിന് പോവല്ലോ. ചത്ത് കിടന്നാലേ ചമഞ്ഞ് കിടക്കണമെന്നാണ് കേട്ടാ. ഉള്ള ഏണി മൊത്തം പിടിച്ച് തലയെ കൊണ്ടുവച്ചിട്ട് നീ പഴഞ്ചൊല്ലും കൂടെ പറഞ്ഞോണ്ടടാ. എടാ, കുറേ ചേട്ട് ഒരേടാ, അത് വെളുക്കൂടാ. അവിടെ കാണുന്നില്ല. ഓ, എടാ, ചക്രിയെ കാണുന്നില്ലെന്ന്. എടാ, പെണ്ണിനെ കാണുന്നില്ലെന്ന്. സോറി. ഡേയ്, അവിടെയാണോ? ഉണ്ടാ? അകത്തെവിടെ? അകത്താരുമില്ല. കിണറ്റിലെങ്ങാനും നോക്കടേ. കിണറ്റിലാളെ വെള്ളമില്ല. പുല്ല്. വക്രതേ, വായിക്കൊള്ളാത്ത പേരും. വക്രതേ പെണ്ണത് എവിടെ പോയി കിടക്കണം? ഡേ, ഇവിടെങ്ങും ഇല്ലടേ ആ ജാക്കിച്ചാന്റെ പെങ്ങള്. അവളെവിടെ പോയിടേ? ഇവിടെ നോക്കി അവളുടെ പൊട്ടി പോലും കാണാനില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും സഖാവേ? എവിടെയെങ്കിലും പോയി തപ്പി എറാ. അവള് വള്ളി പൊട്ടിയ കേസാണ്. അത് സത്യമുണ്ടോ? നീ മിണ്ടി പോകരുത്. നീ ഒറ്റ കാരണമാണ്.
നാട്ടുകാരറിഞ്ഞ എന്റെ രാഷ്ട്രീയ ഭാവി അയ്യോ. ഒന്നാമതേ രണ്ടും കുണ്ടും ഒക്കെ ആയിട്ട് വഴിയായിരിക്കുക. ദൈവമേ. എന്റെ മൂക്കുത്തി, ഇതിനൊരു സമയവും കാലവും ഇല്ലടാ. ഇവിടെ മനുഷ്യ ഉയരരിഞ്ഞ് ചാവാറായി. അവന് ഏത് നേരവും വിഷയമാണ്. ഇങ്ങനെ ഒരു ചെറുക്കൈ. ശ്ശോ. അങ്ങനെ വലിയ വിശകലനമൊന്നും വേണ്ട. തകർക്കപ്പെട്ട ദണ്ടിന്റെ കാര്യത്തിൽ അരവിന്ദ ഉത്തരം പറയണം. അതിനുള്ള ഉത്തരമാണ് ഈ വെല്ലുവിളി. അതാണ്. അതിന് നമ്മൾ അവരെ വെല്ലുവിളി അപ്പോഴേ ഏറ്റെടുത്തില്ലേ? ആ എന്ത് പെട്ടെന്ന് കഴിഞ്ഞു. ഈ മംഗല്യബന്ധ് വ്രണപ്പെടുത്തിയതേ വേണു കൂട്ടരുമാണ്. ഈ വേണു അരവിന്ദന്റെ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എനിക്കുണ്ടായവനെ തള്ളി പറയാനല്ല ഞാൻ അവിടെ വന്നത്. ആ പക്ഷേ മംഗല്യബന്ധന്റെ ജീവവായുവാണ്, എൻ്റെ കുടുംബാണ്, എന്നെ ഞാനാക്കിയ പ്രസ്ഥാനമാണ്. അതിനെതിരെ ശബ്ദം ഉയർത്തിയാൽ എൻ്റെ മകനെന്നല്ല മറ്റാരായാലും ഞാനത് അംഗീകരിക്കില്ല. ഇന്നലത്തെ പ്രസംഗത്തിന്റെ ബാക്കി ഇവിടെ ശ്രദ്ധിക്കാൻ നോക്കണ്ട. ഞാൻ എൻ്റെ വിഷമമാണ് ഇവിടെ പറഞ്ഞത്, അല്ലാണ്ട് പ്രസംഗിച്ചതല്ല. അതെങ്ങനെയാ ഒരിക്കൽ പോലും പുരസ്കൃതനായി പ്രസംഗിക്കാൻ കഴിയാത്ത പ്രധാനികൾക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അതെ, ഇങ്ങനെ ചേരി തിരിഞ്ഞ് തർക്കിക്കാനല്ല ഇപ്പൊ ശ്രമിക്കേണ്ടത്. ഈ പ്രശ്നത്തിന് എന്താണ് ഒരു ശാശ്വത പരിഹാരം, അതാണ് ആലോചിക്കേണ്ടത്. അതാണ്. അതാലോചിക്കാനൊന്നുമില്ല മെമ്പറെ. ഈ നാട്ടിലൊരു പെണ്ണിന്റെ കഴുത്തിൽ അവന്റെ താലി കയറൂല, ഞാൻ കയറ്റൂല. ഇത് അരവിന്ദന്റെ വാക്ക്. അതെ, വേണുവിനെ ഞങ്ങൾ കെട്ടിക്കില്ല. ആ അമ്മച്ചിരി ചോദിക്കണം. ഏ അമ്മച്ചി, ഏക്ക് ലടുക്കിക്കോ ദേക്കാ. नहीं नहीं ഇതർ അല്ലെങ്കിൽ ഉദർ नहीं। ഇല്ലേ? ഓ ഇതുവഴി പോടാ. ഓ കേറ്റിക്കോ നല്ല മൂത്ത് തന്നെ കേറ്റിക്കോ, വിഷമം കാണും. മൂത്തതോ മുറ്റിയതോ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്ക് കഷ്ടമൊന്നുമില്ലല്ലോ. നീ പോടാ. പോവേ. എടാ നീ എന്തിനാടാ ദണ്ടെറിഞ്ഞു പൊട്ടിച്ചേ? ഡാ, ഈ നാടിന്റെ വിശ്വാസം തകർത്തിട്ട് ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചവരാടാ നമ്മളൊക്കെ. അതാണ് ആവശ്യമില്ലാത്ത ദണ്ടൊക്കെ പൊട്ടിക്കേണ്ട സമയത്ത് പൊട്ടിച്ചില്ലെങ്കിലേ ആവശ്യമുള്ള ദണ്ടൊക്കെ ഇരുന്ന് ക്ലാവ് പിടിക്കും. സുനിയണ്ണ, ഈ കണ്ടുപരിചയമില്ലാത്ത ഏതെങ്കിലും സ്ത്രീ രൂപം ഇതുവഴി പോകുന്ന കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു. കാണാറിന്റെ പറമ്പിലേ അധികാരം കാണാത്ത സാരിയൊരു കോലുണ്ടെന്ന് പറ സുനി. ചിലവർക്കൊക്കെ ഉപകാരപ്പെടും. അത് പോട്ടെ, ഇതുവഴി പരിചയമില്ലാത്തൊരു പെൺകുട്ടി നടന്നു പോകുന്ന എങ്ങാനും കണ്ടായിരുന്നോ? ആരാടേ? ആ വേണോന്റെ പെണ്ണാണാ? വേണുവിന്റെ ഈ ബാഗ് ഇവിടെ വെച്ചിട്ട് എവിടെ തേടാ പോയി? അവളെ ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കാണുമോ? അയ്യോ, അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലേ ഉള്ളൂ. നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? ഒരു സ്വയംവര പുഷ്പാഞ്ജലി അങ്ങ് പിടിച്ചോ. 33 ദൈവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ണു തുറന്നാ ചിലപ്പം കാര്യം നടന്നേക്കും. കണ്ണ് ഞങ്ങൾ തുറപ്പിച്ചോളാം. നിന്റെ കണ്ണടയുണ്ടെങ്കിൽ സ്ഥലം വിട്ടോ. അടിയടാ അടിയടാ. അയ്യോ എന്റെ വാറ്റ്. നിന്ന് നടന്നിറപ്പോണ്ട് കേടുകൊണ്ട് പോടാ. നീയൊക്കെ 6 ദിവസം കൂടെ തരല്ലേ പൊളയ്ക്കും. അതേ നിന്നൊക്കെ കെട്ടിയാട്ടി പറപ്പിക്കും ഞാൻ. അത് 6 ദിവസം കഴിയുമ്പോൾ കാണാം ആര് കെട്ടിട്ട് പോകും. കാണാം, കാണിച്ചു തരാം. പോടാ 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 പോടാ. നീ അവന്റെ കൈയുണ്ട ഒരിടം വിട്ട് തന്ന ഇക്കിളൊട്ടി ചത്തു. ഓരോ വള്ളിയും പിടിച്ചോണ്ട് വരും നേരം വിളിക്കുമ്പോ. അവനെ കൊണ്ട് പറ്റുന്ന പരിപാടി ചെയ്താൽ തമ്പുരാട്ടിയുടെ വരവും കണ്ട് വെള്ളറിക്കൊണ്ടിരിക്കാൻ പോയി പിടിച്ചോണ്ടാ. പോടാ, ഞാൻ തരൂലോ. ഇത് എനിക്കും അമ്മയ്ക്കും ഉള്ളതാ. തത്തല്ല തരൂലോ. ഇയാൾ എന്തിനാ ഓടുന്നത്? അയാൾ എന്തിനെങ്കിലും ഓടട്ട് പോയി പിടിച്ചോണ്ടാ ആരും കാണുന്നതിന് മുമ്പ്.
മനുഷ്യന്റെ ഉയരിയിരിക്കെ എന്റെ പൊന്നോടപ്പുറന്നോളെ അമ്പലത്തിൽ പോകണമെങ്കിൽ നമ്മളെ അടുത്ത് പറഞ്ഞാൽ പോരെ നമ്മൾ ഉണ്ടാക്കൂലായിരുന്നു. ഓ നിങ്ങളൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഇന്നലെ രാത്രി നിങ്ങളൊക്കെ നല്ല ഫിറ്റ് ആയിരുന്നല്ലേ? ഫിറ്റ് മാത്രമല്ല നല്ല വൈറ്റ് ആയിരുന്നു. വിളിച്ചോണ്ട് വേടാ. ഇവിടെ ആരും കാണുമ്പോൾ വിളിച്ചോണ്ട് പോടാ. ഒന്ന് വരൂ. ഇതൊക്കെ എവിടെ നിന്ന് വന്ന് കയറിയാണ്? പൂജാരി കണ്ടു കാണോ സാർ? പൂജാരിയുടെ തേങ്ങ. ഉഫ്, എല്ലാ വള്ളി എന്റെ തലയിലാണല്ലോ ഭഗവാന്. ഇത് അച്ഛനും മോനും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവന്മാരെ കൊടുവ് അടിച്ച് പിടിച്ച് ഒരുത്തനെയും വെറുതെ വിടാൻ പോണേ. അണ്ണാ ബാഹുവിന്റെ ആട്ടോയിലെ വേണു ഒരു പെണ്ണിനെ കൊണ്ടുപോണ കണ്ട്. വേണോ? ഓ ഏത് വേണ്ട? പെണ്ണയെന്ന് മനസ്സിലായില്ല. കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ ഇറങ്ങി തൊഴുത്തേക്കാണ് അവർ പോയത്. ഓഹോ, അതാണ് അവന്മാരെന്നെ കണ്ട് പരിങ്ങിയത്. സാബു നിനക്ക് ആള് തെറ്റിയിട്ടൊന്നുമില്ല. എന്റെ പൊന്നു മെമ്പറെ, ഞാൻ രാവിലെ ചെത്തിയ കള്ളാണ് സത്യം. ഞാൻ കണ്ടതാണ്. ആ വത്സലയിലെ പിള്ളേരെല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായില്ലെന്ന് നീയല്ലേ പറഞ്ഞു? അതിപ്പോ ഈ നാട്ടിലെ എല്ലാ പെമ്പിള്ളരെയും അവൻ അറിയണമെന്നുണ്ടോ? ശരിയാണ്. വേണു ഒരു പെണ്ണിനെ കൊണ്ട് പോയെന്ന് അവ ഇത്ര കൃത്യമായിട്ട് പറയണമെങ്കിൽ നിനക്കുള്ള പരിചയമില്ല. രൂപമെങ്കിലും അറിഞ്ഞൂടെ? രൂപം ഏറെക്കുറെ എന്റെ കണ്ണിലുണ്ട്. മതി, ബാക്കി നമുക്ക് ഒപ്പിക്കാം. അതിനല്ലേ ആർട്ടിസ്റ്റ് പുളകിതൻ. നല്ല ടെൻഷൻ ഉണ്ട്. എന്തള്ളിയ ഇനി അവന്മാരാ വെല്ലുവിളി അങ്ങനെ വിജയിക്കുന്നേ. ആണയ്ക്കാണയുടെ വളിപ്പറയില്ലല്ലോ. എന്റെ അളിയണോ അതേ അവസ്ഥയാ. 2 കൊല്ലം ഭാരതക്കുന്നിൽ റീച്ച പോലും അറിയാതെ സ്വന്തം മോൻ കൊണ്ടുവരുന്ന പ്രേമം താളിയോഗത്തിന് മുന്നേ പൊട്ടിച്ചെറിഞ്ഞിട്ടല്ലേ ഈ ഗുണ്ടരവിന്ദൻ ഇക്കൊള്ളവും ദണ്ടടിച്ചെടുത്തത്. നീ പറയണതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് എല്ലാവരും കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അത് ശരിയാ. ആഹാ, അളിയനും കൂടെ എങ്ങോട്ട്? അല്ല, വിഷയം അറിഞ്ഞിട്ടുള്ള നടത്തമാണെന്ന് തോന്നണില്ല. അങ്ങനെയാണേൽ ഓട്ടം ആയിരിക്കുമല്ലോ, ഓട്ടം. എന്താടാ നിന്റെ തന്തയ്ക്ക് 3 കെട്ട് തെറ്റായാ? തന്ത മക്കൾക്ക് കല്യാണം ആലോചിച്ചു കൊടുക്കുന്നതും മക്കള് തന്തയ്ക്ക് കല്യാണം ആലോചിച്ചു കൊടുക്കുന്നതെല്ലാം നാട്ടു നടപ്പ് കൊണ്ട്. പക്ഷേ മോന്റെ കല്യാണം മുടക്കണ തന്തയും തന്തയെ വെല്ലുവിളിച്ച മോൻ പിറ്റേന്ന് തന്നെ ഏതോ ഒരു പെണ്ണിനെ ആട്ടോയിൽ കയറ്റിക്കൊണ്ട് പോയതും ഭാരതക്കുന്ന് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടും മോനെ. ആരെ കൊണ്ടുപോയിന്നാ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യം പറയണം. പിടിവിട്, പിടിവിട്, തെളിയിക്കാം. ഗുണ്ടരവിന്ദന്റെ മോൻ ചൊവ്വ വേണു ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി എന്നാണ് കരക്കമ്പി. പിന്നെ അത് കേട്ടപ്പോ തന്നെ എനിക്കങ്ങ് പിടിച്ചു കേട്ടാ. ഇനി പെണ്ണ് ഏത് ദിക്കിന്നാണെന്ന് മാത്രമേ അറിയാനുള്ളൂ. കേട്ടാ മോനെ അരവിന്ദ, നീ നോക്കിക്കോ. നിന്റെ ആസ്ഥാനം പൊട്ടി സീല് വെക്കോ അവന്മാര്, വത്സലേര പിള്ളേര്. അപ്പൊ വർത്താ.